നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ലോക് പോൾ സർവേ. 77 മുതൽ 81 വരെ സീറ്റുകളാണ് ലോക് പോൾ UDFന് ലഭിക്കുമെന്ന് പ്രവചിക്കുന്നത്. LDF 58 മുതൽ 62 വരെ സീറ്റുകൾ നേടാം. NDAക്ക് 2-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കില്ല എന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും ലോക് പോൾ സമാനമായ പ്രീ പോൾ സർവേ നടത്തിയിരുന്നു. അന്നും UDFനാണ് അധികാരം പ്രവചിച്ചിരുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം സാമുദായിക വിഷയങ്ങളും 10 വർഷമായി തുടരുന്ന ഇടത് ഭരണത്തിനെതിരായ വിരുദ്ധ വികാരവും UDFന് അനുകൂലമായി വോട്ടായി മാറുമെന്നാണ് ലോക് പോളിന്റെ പ്രവചനം. ആകെ വോട്ടിന്റെ 44% വരെ UDF നേടുമെന്നാണ് പ്രവചനം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തികഞ്ഞ അപ്രമാദിത്യം UDF നേടുമ്പോൾ തെക്കൻ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നും സർവേ ഫലം തെളിയിക്കുന്നു. 36,400 പേരിലാണ് അഭിപ്രായ സർവേ നടത്തിയത്. 42 മുതൽ 44% വരെ വോട്ട് നേടി 77 മുതൽ 81 വരെ സീറ്റുകളുമായി UDF അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. LDFന് 39 മുതൽ 41% വരെ വോട്ടുകളും 58 മുതൽ 62 വരെ സീറ്റുകളും നേടാം. 1-2 സീറ്റ് നേടുമെന്ന് പ്രവചിക്കുന്ന NDAക്ക് 14 മുതൽ 16% വരെ വോട്ടുകളാണ് പ്രവചിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളും സാമുദായിക വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമാകുമെന്നാണ് കരുതുന്നത്. സർവേ കാലയളവിൽ ലോക് പോൾ കണ്ടെത്തിയ പ്രധാന വസ്തുതകൾ ഇനി പറയുന്നവയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയും ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളും LDFന്റെ വിശ്വാസ്യത തകർത്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിഷ്പക്ഷ മൃദു ഇടത് സ്വഭാവമുള്ള വോട്ടുകൾ LDFൽ നിന്ന് അകലാനും UDFുമായി ചേരാനും ഇത് കാരണമായിട്ടുണ്ട് എന്നും സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. LDFനെതിരായ മുസ്ലിം വോട്ട് ഏകീകരണം വലിയ ഒരു ഫാക്ടറായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് CPM നേതാക്കൾ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ മുസ്ലിം വോട്ടുകൾ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ LDFൽ നിന്ന് അകലുന്നതിനും UDFിലേക്ക് ഏകീകരിക്കുന്നതിനും ഇടയാക്കുമെന്നും സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും അത് UDFിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വോട്ട് ഏകീകരണം നടക്കും. പ്രധാനമായും ഹൈറേഞ്ച് കർഷകരുടെ കാർഷിക പ്രശ്നങ്ങൾ, മനുഷ്യ വന്യജീവി ഏറ്റുമുട്ടലുകൾ, ഇതിനെല്ലാം പുറമെ വടക്കേ ഇന്ത്യയിലടക്കം BJP നടത്തുന്ന ക്രിസ്തീയ വിരുദ്ധ നിലപാടുകൾ എന്നിവ ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് ഏകീകരിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതും UDFന് ഗുണം ചെയ്യും. തെക്കൻ കേരളത്തിൽ പരമ്പരാഗത ഇടത് വോട്ടുകൾ എല്ലാം ഇടതിൽ നിന്ന് അകന്നതായി സർവേ ഫലം തെളിയിക്കുന്നുണ്ട്. കർഷകരും കശുവണ്ടി തൊഴിലാളികളും സർക്കാർ ജീവനക്കാരുമാണ് തെക്കൻ കേരളത്തിൽ ഇടതിന്റെ കരുത്ത്. ഈ പരമ്പരാഗത വോട്ടുകളെല്ലാം സർക്കാർ വിരുദ്ധ വികാരത്തിൽ UDFിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനുണ്ടായ തളർച്ച വലിയ രീതിയിൽ LDF വോട്ട് നഷ്ടപ്പെടുത്താനും UDFന് വോട്ട് വർദ്ധിപ്പിക്കാനും ഇടയാക്കുന്നുണ്ട്. ഐക്യമില്ലായ്മയാണ് എല്ലാ കാലവും UDFനെ പറ്റി പറയാറുള്ളത് എങ്കിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അതല്ല സ്ഥിതി. UDF സഖ്യകക്ഷികൾക്കിടയിലെ കെട്ടുറപ്പ് വോട്ട് ചോർച്ച കുറച്ചിട്ടുണ്ട്. പോരാത്തതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഐതിഹാസിക വിജയം ആവർത്തിക്കുമെന്നും സർവേ ഫലം തെളിയിക്കുന്നു. BJP നേടും എന്ന് പറയുന്ന 1 അല്ലെങ്കിൽ 2 സീറ്റ് അതും നേടാനാകുക തിരുവനന്തപുരത്താണ്. സംസ്ഥാന തലത്തിൽ നേട്ടമുണ്ടാക്കാൻ BJP നേതൃത്വത്തിന്റെ കെട്ടുറപ്പില്ലായ്മയും ശക്തമായ നേതൃനിര ഇല്ലാത്തതുമാണ് തടസ്സമെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. LDF ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അഴിമതി ആരോപണങ്ങളും ഭരണ കെടുകാര്യസ്ഥതയും അതിന്റെ മാറ്റ് കുറച്ചിട്ടുണ്ട് എന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും UDF കാര്യമായ വേരോട്ടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് സർവേയിൽ തെളിയുന്നത്. വടക്കൻ കേരളത്തിൽ LDF 13 മുതൽ 16 വരെ സീറ്റ് നേടുമ്പോൾ UDFന് ലഭിക്കുക 28 മുതൽ 32 വരെ സീറ്റുകളാണ്. NDAക്ക് വടക്കൻ മേഖലയിൽ ഒരു സീറ്റ് പോലും നേടാനാകില്ല. ഇതിന് പ്രധാന ഘടകമായി പറയുന്നത് വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീന ശക്തി തന്നെയാണ്. മലപ്പുറത്ത് ലീഗിന്റെ കരുത്തിൽ UDF തൂത്തുവാരാൻ സാധ്യതയുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. മുസ്ലിം വോട്ട് ഏകീകരണം തന്നെയാണ് ഇതിന്റെ പ്രധാന ഘടകം. വയനാടും കോഴിക്കോടിന്റെ പല മേഖലകളിലും മലയോര കർഷകർക്കിടയിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം LDFന് തിരിച്ചടിയാകും. കണ്ണൂർ, പാലക്കാട് പോലുള്ള ജില്ലകളിൽ ആധിപത്യം ഇടതിനായിരിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം കണ്ണൂരിൽ തന്നെ പ്രാദേശിക നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണം CPMന് തിരിച്ചടിയായേക്കും. കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് പോലുള്ള ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലും UDF അപ്രബാധിതമാണ് സർവേയിൽ കാണുന്നത്. മധ്യ കേരളത്തിൽ LDFന് 18 മുതൽ 23 വരെ സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം UDFന് 29 മുതൽ 33 വരെ സീറ്റുകൾ ലഭിക്കും. മധ്യ കേരളത്തിലും ഒരു ചലനവും ഉണ്ടാക്കാൻ NDAക്ക് സാധിക്കില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലകളിൽ സീറോ മലബാർ ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഏകീകരിക്കപ്പെടും. ഇവിടങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങളിൽ സാമുദായിക പ്രാധാന്യം കണക്കിലെടുത്ത് ക്രിസ്ത്യൻ സമുദായാംഗങ്ങളെ ഭരണം ഏൽപ്പിച്ചതാണ് ഏകീകരണത്തിന് കാരണം.
BJPയുടെ ക്രിസ്തീയ വിരുദ്ധ നിലപാടുകൾ തൃശൂർ, കോട്ടയം ജില്ലകളിൽ NDAക്ക് തിരിച്ചടിയാകും. തൃശൂർ, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വോട്ടുകളും UDFന് ലഭിക്കും. മനുഷ്യ വന്യജീവി സംഘടന അടക്കമുള്ള വിഷയങ്ങളിലെ അസംതൃപ്തി ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDFന് തിരിച്ചടിയാകും. 2020യുമായി BJP ഉണ്ടാക്കിയ സഖ്യം അവർക്കും തിരിച്ചടിയാണ്. തെക്കൻ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതായാണ് സർവേ പറയുന്നത്. LDF 16 മുതൽ 19 വരെ സീറ്റുകൾ നേടുമ്പോൾ UDFന് 16 മുതൽ 20 വരെ സീറ്റുകൾ ലഭിക്കും. NDAക്ക് 2 വരെ സീറ്റുകൾ ഇവിടെ പ്രവചിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്താണ്. സംസ്ഥാന വ്യാപകമായുള്ള ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം LDF സിറ്റിംഗ് MLAമാർ പലരും പ്രാദേശികമായി തന്നെ വിരുദ്ധ വികാരം നേരിടുന്നുണ്ട്. ആലപ്പുഴ, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലെ ഈഴവ വോട്ടുകളിലേക്കും ധീവര വോട്ട് ബാങ്കുകളിലേക്കും BJPയുടെ കടന്നുകയറ്റം LDFനെ ക്ഷയിപ്പിക്കും. ഇത് UDFന് ഗുണം ചെയ്യും. ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകൾ, നായർ വോട്ടുകളും UDFനൊപ്പം നിലയുറപ്പിക്കും. ഭരണവിരുദ്ധ വികാരം, ശബരിമല കവർച്ച പോലുള്ള വിഷയങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ സമ്പൂർണ്ണമായി UDF തൂത്തുവാരുന്നതിന് കാരണമാകും. ഇടുക്കി, കോട്ടയം ജില്ലകളിലും അതിന്റെ പ്രതിഫലനമുണ്ടാകും. നെൽകർഷകർ, കശുവണ്ടി തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ എന്നീ വിഭാഗങ്ങളിലൂടെ UDF ആലപ്പുഴ, കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നും സർവേ തെളിയിക്കുന്നു.